ആധുനികതയുടെ പ്രളയത്തിൽ അതിന്റെ പളപളപ്പിൽ വീണുപോയ ചെറുപ്പക്കാരാ, നീ ഇവിടെ സ്വർഗം പണിയാനോടുകയാണ്, നീ ഇവിടെ ഹൂർലീങ്ങളെ ഉണ്ടാക്കാനോടുകയാണ്. ഇവിടെയുള്ള പെണ്ണ് ഹൂറിയാണെന്ന് വിചാരിച്ച് നീ തെറ്റിദ്ധരിച്ചു പോയതാണ്. അല്ലാഹുവിന്റെ അടിമകളായ ബുദ്ധിമാന്മാർ നാളത്തെ സ്വർഗമാകുന്ന കൊട്ടാരം കണ്ടവരാണ്. അല്ലാതെ ഇവിടുത്തെ പെണ്ണിന്റെ ചന്തമറിയാഞ്ഞിട്ടല്ല. അത് വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. ഇവിടുത്തെ സിനിമയും ഇവിടുത്തെ ജാടയും ഇവിടുത്തെ തോന്നിവാസവും ഒക്കെ കാണുന്നവൻ കേമനാണ്, കാണാത്തവൻ ബുദ്ധിശൂന്യനാണ്. നമ്മൾ അറിയാതെ അങ്ങ് എഴുതി വെച്ചു പോയി അല്ലേ. എന്നാൽ ബുദ്ധിമാന്മാരാലോചിച്ചു, ഇവിടെ ഞാൻ ഇങ്ങനെ ഹൈ പവർ മൾട്ടി മെഗാ പാലസിൽ ജീവിച്ചാൽ എത്ര കൊല്ലം ജീവിക്കാൻ പറ്റും? കൂടിപ്പോയാൽ ഒരു 100 കൊല്ലം ജീവിക്കാൻ പറ്റും. എന്നാൽ ഇവിടുത്തെ പാലസ് വേണ്ട, ഇവിടുത്തെ കള്ള് വേണ്ട, ഇവിടുത്തെ പെണ്ണ് വേണ്ട, ഇവിടുത്തെ തോന്നിവാസങ്ങൾ വേണ്ട. അപ്പുറത്തൊരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമോ അനന്തമായ സ്വർഗമാണ്. അപ്പൊ ബുദ്ധിമാന്മാരായ ആളുകൾ താൽക്കാലികതയെ വെടിഞ്ഞുകൊണ്ട് അനന്തതയെ സ്വീകരിച്ചവരാണ്. അപ്പോഴാ ബുദ്ധിമാന്മാരെ ഇവിടെ വെച്ച് കാണുമ്പോ ചില ആളുകൾക്ക് തോന്നും ലോകം തിരിഞ്ഞിട്ടില്ല. ഓ, മുസ്ലിയാർക്ക് ഇപ്പോഴും ലോകം തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും പഴയ കുപ്പായം, ഇപ്പോഴും പഴയ തലേക്കെട്ട്, ഇപ്പോഴും പഴയ വേഷം, ഇപ്പോഴും ഞെരിയാണിക്ക് മേലെ തുണി, ഒരു പാൻസ് വാങ്ങിയിട്ടുകൂടെ, ഒരു ഷർട്ട് വാങ്ങിയിട്ടുകൂടെ? എടോ സഹോദരാ, യഥാർത്ഥ ബുദ്ധിമാന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവർക്ക് ഈ ലോകത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല. അറിയില്ലേ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ആരാണ്? ഉവൈസ് ബിൻ ആമിർ തങ്ങൾ അങ്ങ് യമനിലെ ഖറൻ ഗോത്രത്തിലെ ചേരി പ്രദേശങ്ങളിൽ ആളുകൾ വലിച്ചെറിയുന്ന പഴത്തൊലിയും ആളുകൾ കടിച്ചിട്ട് ഒഴിവാക്കുന്ന കാരക്കയുടെ കുരുവും കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഖറൻ ഗോത്രത്തിൽ നിന്ന് വന്നവരുണ്ടോ? അതേ, ഉണ്ട്. യമൻകാരായ ആളുകളുണ്ടോ? ഉണ്ട്. ഖറനികളായ ആളുകളുണ്ടോ? ഉണ്ട്. നിങ്ങളിലുണ്ടോ ഉവൈസ് ബിൻ ആമിർ? നിങ്ങളിൽ ഉവൈസ് ബിൻ ആമിർ എന്ന ഒരാളുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയായ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ ഖറൻ ഗോത്രക്കാരായ ആളുകളുണ്ടോ? അതേ, ഉണ്ടല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? അതേ, ഉണ്ടല്ലോ. അവിടെ ചപ്പും കുപ്പയൊക്കെ കിടക്കുന്നിടത്ത് ആളുകൾ ഭ്രാന്തനെന്നോ മറ്റോ വിളിക്കുന്ന ഒരാളെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതേ, അയാളു തന്നെ. എന്നാൽ അയാളെ നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അയാളുടെ ശുപാർശ കൊണ്ട് അവിടുന്ന് അറബ് ഗോത്രത്തിലെ മുളർ ഗോത്രത്തിലെ ആട്ടിന്റെ രോമത്തിന്റെ എണ്ണം കണക്കെ ആളുകൾ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ശുപാർശയുടെ ആളാണ് ഉവൈസ് ബിൻ ആമിർ. കേട്ടോ, ആ ഉവൈസ് തങ്ങൾ ജനങ്ങൾ അറിയാൻ തുടങ്ങി എന്ന് കണ്ടപ്പോ മുങ്ങുകയാണ്. ഇനി എനിക്ക് ജനങ്ങളെ കാണേണ്ടതില്ല. ഒരു രാത്രിയായാൽ പറയും, ഈ രാത്രി സുജൂദാണ്. അന്ന് രാത്രി സുജൂദിൽ തന്നെ. ഈ രാത്രി റുക്കൂഇന്റേതാണ്. അന്ന് റുക്കൂഇൽ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ഉമർ ബിൻ അൽ ഖത്താബേ, ഓ ബിലാൽ ബിൻ റബാഹേ, ഓ അലി ബിൻ അബി ത്വാലിബേ, നിങ്ങൾ എന്റെ ഈ തട്ടം കൊണ്ടുപോയി ഉവൈസിന് കൊടുക്കണം. എന്നിട്ട് ഉവൈസിനോട് ദുആ ചെയ്യാൻ പറയണേ. ആരാണ് ഉവൈസ് ബിൻ ആമിർ? ഇവിടുത്തെ ഭൗതികവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചേരി പ്രദേശത്തെ ചപ്പുകുപ്പകളുടെ നടുക്ക് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ അല്ലാഹുവിങ്കൽ വലിയ പദവിയുള്ള ആളാണ്.
മഹാനവറുകൾ ദുആരുന്നു, ജീവിതകാലത്ത് എനിക്ക് ആരോടും വലിയ ചങ്ങാത്തം വേണ്ട, മരണാനന്തരം എന്റെ ഖബറും ജനങ്ങൾ അറിയണ്ട. അതുകൊണ്ട് തന്നെ ഖബറടക്കിയിട്ട് യാത്രാസംഘം കുറച്ച് മുന്നോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ ഖബർ കാണുന്നില്ല. ഇമാമുൽ ഹളറമി അതാ ഐനിയയുടെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഐനിയ എന്ന മഹത്തായ കാവ്യമുണ്ട്, അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഇമാമുൽ ഹളറമി. അവിടുന്ന് ശർഹുൽ ഐനിയയിൽ വിശദീകരിക്കുന്നു, ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ ഖബർ കാണാനില്ല. അതേ സമയത്ത് യമനിൽ ചെന്നാൽ മറ്റൊരു ഉവൈസ് തങ്ങളുടെ ഖബർ അവിടെ കാണാം. ഞങ്ങൾ യമനിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഖറൻ എന്ന് പറയുന്ന പ്രദേശത്ത് പോയിട്ടുണ്ട്. അവിടെ മറ്റൊരു ഉവൈസുൽ ഖർനിയുടെ ഖബർ കാണാം. യഥാർത്ഥത്തിൽ താബിഈങ്ങളിൽ നിന്ന് എന്റെ കൂട്ടുകാരനെന്ന് നബിതങ്ങളെ പരിചയപ്പെടുത്തിയ ഉവൈസ് തങ്ങളുടെ ഖബർ കാണാനില്ല. പക്ഷേ ലോകത്തിന് ഉവൈസ് തങ്ങളെ മറക്കാൻ പറ്റൂല. എന്നാൽ വലിയ വലിയ കമാനങ്ങൾ ഉണ്ടാക്കിയ തമ്പുരാക്കന്മാരെവിടെ, രാജാക്കന്മാരെവിടെ, കൊട്ടാരമുണ്ടാക്കിയ ഭരണാധികാരികൾ എവിടെ, കവാടങ്ങൾ ഉണ്ടാക്കിയ തമ്പുരാക്കന്മാരെവിടെ? അവരെ കാലത്തിന് ആവശ്യമില്ല. അതാണ് മോനെ സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം. യഥാർത്ഥ ബുദ്ധിമാന്മാരാരാണ്? അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അല്ലാതെ ജാടയുടെയും ഭ്രാന്തിന്റെയും പിന്നാലെ പോയവരല്ല. നീ വിചാരിച്ചു പോയി മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് ലേറ്റസ്റ്റ് ടെക്നോളജി ഇതെല്ലാം പിടിച്ചവനാണ് വലിയ ബുദ്ധിമാൻ. അല്ല മോനെ, റിയാലിറ്റി അറിയുന്നവനാണ് ബുദ്ധിമാൻ, റിയാലിറ്റി ഷോ കാണുന്നവനല്ല. ഞങ്ങൾ ബുദ്ധിമാന്മാരായ ആലിമീങ്ങളുടെ പേരക്കുട്ടികളാണ്. ഈ ലോകത്തെ ഭ്രാന്തിൽ വീഴാൻ വന്നവരല്ല. ഞങ്ങൾ ആലിമീങ്ങളുടെ ചെരുപ്പെടുത്ത് സേവനം ചെയ്യാൻ വന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പെടുത്ത് കക്ഷത്ത് വെച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ലോകം മുഴുവനും ഓർക്കപ്പെടുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിക്കുള്ള ക്വാളിറ്റി എന്താണ്? സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തിൻ അലൈഹി വഅന സഈദ് ബിഖിദ്മതി ലിമിസാലിഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പെടുത്ത സ്വഹാബി എന്ന പേരാണ്. 1400 കൊല്ലം കഴിഞ്ഞിട്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ലോകത്ത് നിന്ന് മരിച്ചു പോയിട്ടില്ല. അന്ന് വമ്പത്തരം കാണിച്ച തമ്പുരാക്കന്മാരെവിടെ? ഉത്ബത്ത് എവിടെ? ശൈബത്ത് എവിടെ? വലീദ് എവിടെ? അബൂജഹൽ എവിടെ? അബൂലഹബ് എവിടെ? ആർക്കും ലോകത്തിന് അവരെ ആവശ്യമില്ല. അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വേണം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വേണം, റബീഅ റളിയല്ലാഹു അൻഹുവിനെ വേണം. കാരണം അവരെല്ലാം ഹബീബിന്റെ ചാരത്തു നിന്ന് അല്ലാഹു ആകുന്ന രക്ഷിതാവിനെ അറിഞ്ഞവരാണ്. والذين اتبعوهم بإحسان وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا. അവരാ സ്വർഗത്തിൽ അനന്തമായി ജീവിക്കുന്നവരാണ്. ദാലികൽ ഫൗസുൽ അദീം. അതാണ് ഏറ്റവും ഉന്നതമായ വിജയം. ഇവിടെ ഒരു പാലസിൽ ജീവിക്കലല്ല, ഇവിടെ ഒരു ഉദ്യാനത്തിൽ കഴിയലല്ല, ഇവിടെ ഒരു വമ്പൻ മുതലാളിയാകലല്ല. മോനെ, സ്വർഗത്തിലേക്ക് കാലുവെക്കാതെ ചിരിക്കാൻ അവകാശമില്ല. ഇവിടെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നതിന് മാനദണ്ഡമില്ല. ഇവിടെ കള്ളുകുടിയന് കൊട്ടാരം കിട്ടും, പെണ്ണുപിടിയന് കൊട്ടാരം കിട്ടും, വ്യഭിചാരിക്ക് കൊട്ടാരം കിട്ടും, അബക്കാരി കോൺട്രാക്ടർക്ക് പാലസ് കിട്ടും. അയാൾ ചിലപ്പോൾ മന്ത്രിയുമാകും, അയാൾ ചിലപ്പോൾ പ്രധാനമന്ത്രിയുമാകും, അയാൾ ചിലപ്പോൾ പ്രസിഡന്റുമാകും. ലോകം ലഭിക്കുന്നത് റബ്ബിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡമല്ല. പക്ഷേ സ്വർഗം വേണോ? സ്വാലിഹീങ്ങൾക്കേ ഉള്ളൂ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്കേ ഉള്ളൂ, ഹബീബിനെ മഹബത്ത് വെക്കുന്നവർക്കേ ഉള്ളൂ, നിസ്കരിക്കുന്നവർക്കേ ഉള്ളൂ, നോമ്പെടുക്കുന്നവർക്കേ ഉള്ളൂ. അത് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രമുള്ള വീടാണ് സ്വർഗം. ഈ ദുനിയാവിലെ അംഗീകാരങ്ങൾക്ക് റബ്ബിന്റെ തൃപ്തി മാനദണ്ഡമല്ല. ഞാൻ വിശദീകരിക്കുന്നു.